സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് ക്യാപ്റ്റൻ. MS ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയ്ക്ക് ശേഷം മൂന്നാമത് ഇന്ത്യക്ക് ടൈറ്റിൽ അണിയിച്ച് തന്ന ഒരു ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തേക്ക് വിടുന്ന വാർത്ത പ്രകാരം ഇനി നോക്കുവാണെങ്കിൽ BCCI നോക്കുവാണെങ്കിൽ ക്ഷമ നഷ്ടപ്പെട്ടു സൂര്യകുമാർ യാദവിനെ. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനിലല്ല, സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാനിൽ നോക്കുവാണെങ്കിൽ BCCIയുടെ ക്ഷമ നഷ്ടപ്പെട്ടു. അതായത് BCCIക്ക് നോക്കുവാണെങ്കിൽ ഒരു വിഷൻ ഉണ്ട്, 2028 2030 വരെ, അതായത് ഒരു 4 വർഷം ആർക്ക് T20 ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കഴിയുമെന്ന് നോക്കുമ്പോഴത്തേന് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഒരു വലിയ കൺസേൺ ആയിട്ട് മാറിയിരിക്കുകയാണ് BCCIക്ക്. ആസ് എ ക്യാപ്റ്റൻ നമുക്ക് അറിയാവുന്നതുപോലെ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഒരു T20 സീരീസ് പോലും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. T20 വേൾഡ് കപ്പിനകത്താണെങ്കിലും ഒരു മത്സരമാണ് പരാജയപ്പെട്ടത്, ബാക്കി എല്ലാ മത്സരത്തിനകത്തും സൂര്യകുമാർ യാദവ് ഇന്ത്യയെ വിജയിപ്പിച്ചു. സൂര്യകുമാർ യാദവിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുവാണെങ്കിൽ 52 കളിയിൽ 42 കളിയിൽ ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട്, 10 കളി നോക്കുവാണെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 കളി നോക്കുവാണെങ്കിൽ റിസൾട്ട് ഇല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ 8 കളിയിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. വിന്നിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുവാണെങ്കിൽ ഏകദേശം 80+ വരും വിന്നിംഗ് പെർസെൻറ്റേജ്. നോക്കുവാണെങ്കിൽ ആസ് എ ക്യാപ്റ്റൻ ഒരു പ്രശ്നമില്ല സൂര്യകുമാർ യാദവ്. അതായത് എത്രയോ ബാറ്റ്സ്മാൻമാർ, ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് വെളിയിൽ നിൽക്കുകയാണ്. രച്ചിത് പട്ടിദാർ 2 ടൈറ്റിൽ അണിയിച്ച ഒരു പ്ലെയറാണ്. T20 ഒരു പ്ലെയർ ആയിട്ട് പോലും രച്ചിത് പട്ടിദാറിനെ പരിഗണിക്കുന്നില്ലെന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ വൈഫ് ഓഫ് സൂര്യവംശി നോക്കുവാണെങ്കിൽ അവന്റെ പ്രായത്തിന് അതീതമായിട്ട് അന്ന് ബാറ്റ് ചെയ്യുന്നു. സോ ഒരുപാട് ബാറ്റ്സ്മാൻമാരുള്ള സ്ഥാനത്ത് സൂര്യകുമാർ യാദവിനെ ആസ് എ ഒരു ക്യാപ്റ്റനായിട്ട് എത്ര നാള് BCCIക്ക് ചുമക്കാൻ കഴിയും? സോ BCCI ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യകുമാർ യാദവിന്റെ അവസാനത്തെ മത്സരം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തേക്ക് വിടുന്ന വാർത്ത ആൾമോസ്റ്റ് ശരിയാണെന്നാണ് തോന്നുന്നത്. മിക്കുള്ള ചാനലുകൾ നോക്കുവാണെങ്കിൽ, ഹിന്ദി ചാനലുകൾ നോക്കുവാണെങ്കിൽ ആ വാർത്തകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി വരുന്ന അയർലൻഡ് സീരീസ്, ഇംഗ്ലണ്ട് സീരീസ്, അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിനകത്ത് സൂര്യകുമാർ യാദവ് കാണുമോ? സൂര്യകുമാർ യാദവിന് ഒരു ഫെയർവെല് കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതായത് MS ധോണിക്ക് കിട്ടാത്തത്, രോഹിത് ശർമ്മയ്ക്ക് കിട്ടാത്തത്, വിരാട് കോഹ്ലിക്ക് കിട്ടാത്ത ഒരു ഫെയർവെൽ സൂര്യകുമാർ യാദവിന് അജിത് അഗാക്കറോ ഗൗതം ഗംഭീറോ കൊടുക്കുമോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സംശയം. ഒരു ഫെയർവെല് കിട്ടുവാണെങ്കിൽ അയർലൻഡ് സീരീസിനകത്ത് സൂര്യകുമാർ യാദവ് കാണും. അല്ല എങ്കിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോയതുപോലെ, വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി പോയതുപോലെ, MS ധോണിയുടെ ക്യാപ്റ്റൻസി പോയതുപോലെ സൂര്യകുമാർ യാദവിനും ആൾറെഡി ആ ഒരു കോള് കിട്ടിയെന്നാണ് പറയുന്നത്. സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ മുംബൈ പ്രീമിയർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുക. 19 ബോളിൽ നിന്ന് 11 റൺസ് എടുത്തത്, 19 ബോളിൽ നിന്ന് 11 റൺസ്. സോ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ പോലും കളിക്കാൻ കഴിയുന്നില്ല. സോ അങ്ങനെ ഒരു പ്ലേയേഴ്സ് എങ്ങനെ ഇന്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് തുടരാൻ കഴിയും? സോ നോക്കുവാണെങ്കിൽ നല്ല ഒരു തീരുമാനം തന്നെയാണ്. സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടത്തേക്ക് സൂര്യകുമാർ യാദവിനെ കൊണ്ടുവന്നു. സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ ആസ് എ ക്യാപ്റ്റൻ ആ റോള് വഹിച്ചു. പക്ഷേ ആസ് എ ബാറ്റ്സ്മാൻ പരിശോധിക്കുമായിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവ് ഒരു വലിയൊരു ഫെയിലിയർ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും BCCI എടുക്കുന്ന നല്ലൊരു തീരുമാനമാണ്. ഫ്യൂച്ചറിനെ നോക്കി, അതായത് ഒരു 4 വർഷം കൂടെ സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ്. കാരണം ഇപ്പോൾ തന്നെ സൂര്യകുമാർ യാദവിന് 35 വയസ്സിന് മേലോട്ട്. സോ ആർക്കൊക്കെ നറുക്ക് വീഴും? സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ ആ റേസിനകത്തുണ്ടോ? സഞ്ജു സാംസൺ ആസ് എ ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ആ റേസിനകത്തില്ല. സഞ്ജു സാംസനെ ഒരു ക്യാപ്റ്റനായിട്ട് BCCI പരിഗണിക്കുന്നത് പോലും ഇല്ലെന്നാണ് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത്. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ODI ടീമിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ സഞ്ജു സാംസൺ അല്ല നറുക്ക് വീണത്, ഇഷാൻ കിഷനാണ് നറുക്ക് വീണത്. അതായത് ഇന്ത്യയുടെ ODI ടീമിലോട്ട് പോലും സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല. നല്ല ഒരു വേൾഡ് കപ്പ് ആയിരുന്നു സഞ്ജു സാംസനെ. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ പെർഫോമൻസ് ചെയ്തു. അവസാനത്തെ 3 കളിയിൽ സെഞ്ചുറിക്ക് തുല്യമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5 കളിയിൽ നിന്ന് 321 റൺസ്, സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ 200, ആവറേജ് പരിശോധിക്കുവാണെങ്കിൽ 80. 3 കളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം, നോക്കൌട്ട് മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ, സെമി ഫൈനലിനകത്ത് ഇംഗ്ലണ്ടിനെതിരെ, ന്യൂസിലാൻഡിനെതിരെയുള്ള ഫൈനലിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻസി റേസിലോട്ട് നോക്കുവാണെങ്കിൽ സെലക്ടർമാർക്ക് പ്രിയപ്പെട്ടവനല്ല സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ എത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാലും സെലക്ടർമാർക്ക് സഞ്ജു സാംസണിനോട് ഒരു നീരസം പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സഞ്ജു സാംസനെ ഒരു രീതിയിൽ പോലും ഒരു ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസന്റെ പേര് ഉയർന്നു വരുന്നതേ ഇല്ല. സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ IPL മാത്രം 67 കളിയിൽ നിന്ന് 33 കളി ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട്, 33 കളി പരാജയപ്പെട്ടിട്ടുണ്ട്. വിന്നിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 51ന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ആണ് ഉള്ളത്. തരക്കേടില്ലാത്ത ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ടൈസൺ റോയൽസിനെ ഫൈനലിനകത്ത് എത്തിച്ചുള്ള ഒരു ക്യാപ്റ്റനാണ്, ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ തന്നെയാണെന്ന് CSKയിലും തെളിയിച്ചിട്ടുണ്ട്. ഗൈക്വാഡിന് കഴിയാതെ പോയ കാര്യങ്ങൾ സഞ്ജു സാംസൺ നോക്കുകയാണെങ്കിൽ ബോളർമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ടും
അവരെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുന്നതായിട്ടും അവരെ കൊണ്ട് വിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സോ പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ BCCIക്ക് നല്ല പിടിവാശിയുണ്ട്. സഞ്ജു സാംസൺ ആസ് എ പ്ലെയർ ടീമിനകത്ത് കാണും, പക്ഷേ ക്യാപ്റ്റൻസിക്കകത്ത് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസനെ പരിഗണിക്കുന്നില്ല. ഏകദേശം 51 വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടും സഞ്ജു സാംസനെ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായിട്ട് പരിഗണിക്കുന്നില്ല. 3 പേരാണ് ഈ റേസിനകത്തുള്ളത്, 3 പേര്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആള് ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യറിനാണ് ചാൻസ് കൂടുതൽ. രണ്ടാമത് നോക്കുവാണെങ്കിൽ ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്ലെയറാണ്, നമുക്കൊരു സംശയമില്ല. BCCIയുടെ കോൺട്രാക്റ്റിൽ നിന്ന് പോലും പുറത്തേക്ക് പോയൊരു പ്ലെയറാണ് ഇഷാൻ കിഷൻ. എന്നാൽ ജാർഖണ്ഡിന് വേണ്ടി നോക്കുവാണെങ്കിൽ സെയ്ദ് മുസ്താഖ് അലിയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്നു. ന്യൂസിലാൻഡ് സീരീസിലാണെങ്കിലും T20 വേൾഡ് കപ്പിനകത്താണെങ്കിലും ഇപ്പോഴത്തെ IPLനകത്താണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ഗോളായിട്ട് ODI ടീമിലേക്ക് എടുക്കുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസിയിൽ നോക്കുവാണെങ്കിൽ ഇഷാൻ കിഷനെ പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്ലെയറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് ആയിട്ടുള്ള ഒരു കോള്. തിലക് വർമ്മ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു പ്ലെയറാണ് തിലക് വർമ്മ. 23 വയസ്സുള്ള തിലക് വർമ്മയും നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ T20 ക്യാപ്റ്റൻസിയിലോട്ട് തിലക് വർമ്മയും പരിഗണിക്കപ്പെടുന്നുണ്ട്. തിലക് വർമ്മ നോക്കുവാണെങ്കിൽ T20 ഉറച്ചൊരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തിലക് വർമ്മയുടെ പേര് എഴുതുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും T20 ഒരു സ്ഥിര സ്ഥാനത്യമല്ല തിലക് വർമ്മ. എന്നാൽ തിലക് വർമ്മയുടെ ചില ഇന്നിങ്സുകളുണ്ട്, പ്രത്യേകിച്ച് ഏഷ്യ കപ്പിനകത്ത് കളിച്ച ആ ഒരു പ്രകടനം നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. പാകിസ്ഥാനെതിരെ നമ്മൾ ഏഷ്യ കപ്പ് അടിയറവ് പറയേണ്ടതായിരുന്നു. അവിടെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ തിലക് വർമ്മയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തിലക് വർമ്മയും പരിഗണിക്കുന്നുണ്ട്. തിലക് വർമ്മയുടെ പ്രായം നോക്കുവാണെങ്കിൽ ഒരു 22-23 വയസ്സേ ഉള്ളൂ. നോക്കുവാണെങ്കിൽ ഒരു 5 വർഷം ഈസി ആയിട്ട് തിലക് വർമ്മയും ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ പരിഗണന ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത പ്രകാരം ശ്രേയസ് അയ്യറിനാണ്. അജിത് അഗാക്കറും ഗൗതം ഗംഭീറും പാര വെച്ചില്ല എങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസ് ശ്രേയസ് അയ്യറിന് തന്നെയാണ്. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ ഡിസർവ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. തീർച്ചയായിട്ടും അല്പം കൂടെ മുമ്പേ രോഹിത് ശർമ്മയുടെ പകരക്കാരനായിട്ട് ശ്രേയസ് അയ്യർ വരണമായിരുന്നു ODIക്കകത്ത്. പക്ഷേ അവിടെ ശുഭ്മൻ ഗില്ലോട്ടാണ് പോയത്. പക്ഷേ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ T20 ഒരു ക്യാപ്റ്റൻസി, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ്. 3 IPL ഫ്രാഞ്ചൈസികളെ നോക്കുവാണെങ്കിൽ ഫൈനൽ കളിപ്പിച്ചുള്ള ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. KKRന് വേണ്ടി കപ്പടിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. ഡൽഹിയെ ഫൈനൽ എത്തിച്ച ക്യാപ്റ്റനാണ് അയ്യർ. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഡൽഹി ഇതുവരെ ഫൈനലിനകത്ത് വന്നിട്ടില്ല. അതിന് മുമ്പ് നോക്കുവാണെങ്കിൽ ഫൈനലിനകത്ത് വന്നിട്ടില്ല. ഒരേ ഒരു ക്യാപ്റ്റനാണ് ഡൽഹിയെ ഫൈനലിൽ കളിപ്പിച്ചിട്ടുള്ളത്, അത് അയ്യരാണ്. അതുപോലെ തന്നെ പഞ്ചാബിനെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ സീസണിനകത്ത് ഫൈനലിൽ കളിപ്പിച്ച ക്യാപ്റ്റനാണ്. 2014 ശേഷമാണ് പഞ്ചാബ് നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ കളിക്കുന്നു. സോ ക്യാപ്റ്റൻസി മെറ്റീരിയൽ തന്നെയാണ് ശ്രേയസ് അയ്യർ, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ അയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യറിന്റെ ഒരു ഏജ് ആണ്. ഏകദേശം 32-33 വയസ്സാവുന്നു അയ്യർക്ക്. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം 2028-ഉം 2030-ഉം ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു ഇഞ്ചുറി കൺസേൺ വന്നാലോ? ഒരു ഏജിന്റെ കാര്യത്തിൽ മാത്രമാണ് അയ്യറിനെതിരെയുള്ള ചെറിയൊരു തടസ്സം. അല്ല, ഇനി BCCIയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് തൃപ്തരാണെങ്കിൽ അടുത്ത ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് മേ ബി അയർലൻഡ് സീരീസിനകത്ത് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് സീരീസിനകത്ത് ഏഷ്യൻ ഗെയിംസിനകത്ത് നമുക്ക് ശ്രേയസ് അയ്യറിനെ കാണാനുള്ള അവസരമുണ്ട്. ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 94 കളിയിൽ നിന്നായിട്ട് 66 മത്സരങ്ങൾ ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. IPLനകത്താണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും. വിന്നിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ 62 വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് സഞ്ജു സാംസനെ കാട്ടി വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. എന്നാൽ ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ തൊട്ട് പുറകിൽ 2ാം സ്ഥാനത്ത് നിൽപ്പുണ്ട് ഇഷാൻ കിഷനെ നോക്കുവാണെങ്കിൽ IPL ബെറ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് സീരീസ് ബെറ്റർ ആയിരുന്നു. T20 വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോഴത്തേന് ക്യാപ്റ്റൻസി ഇഷാൻ കിഷനിലോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. പ്രത്യേകിച്ച് ഏജ് വളരെ കുറവാണ്, 26-27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 4-5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമോ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഇഷാൻ കിഷന് കഴിയും. നോക്കുവാണെങ്കിൽ IPLനകത്ത് SRHനെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിച്ചു. അവിടെ നോക്കുവാണെങ്കിൽ പാറ്റ് കമ്മിൻസ് ഇല്ലാതെ നോക്കുവാണെങ്കിൽ ഒരു ബിലോ ആവറേജ് ബോളിംഗ് ലൈനപ്പ് ആയിരുന്നു SRHന്റെ. ആ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ടീമിനെ വിജയിപ്പിക്കാനായി. അതുപോലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ജാർഖണ്ഡിനെ ഫൈനലിനകത്ത് ജയിപ്പിച്ച ഒരു ക്യാപ്റ്റനാണ് ഇഷാൻ കിഷന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിലും ബെറ്ററാണ്. 29 കളിയിൽ നിന്നായിട്ട് 24 കളിയിൽ ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. 5 കളിയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. വിന്നിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ 82 വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സോ ഇഷാൻ കിഷന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പരിശോധിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ക്യാപ്റ്റൻസി ആണെന്ന് പറയാം. ശ്രേയസ് അയ്യറിനെ അല്ലെങ്കിൽ
സഞ്ജു സാംസണെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. മത്സരങ്ങൾ കുറവാണ് കളിച്ചിട്ടുള്ളതെങ്കിലും വിന്നിംഗ് പെർസെൻറ്റേജ് അവിടെ ഉണ്ട്. ഇഷാൻ കിഷൻ്റെ ഫോം ഒക്കെ പരിശോധിക്കുമ്പോഴത്തേന് അയ്യറിന് നറുക്ക് വീണില്ല എങ്കിൽ ഇഷാൻ കിഷനായിരുന്നു നറുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതൽ. അയ്യറിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യർ ഗൗതം ഗംഭീറും അജിത് അഗാക്കറും പറയുന്നത് പോലെ നിൽക്കുമോ? മേ ബി ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ ഗൗതം ഗംഭീറും അല്ലെങ്കിൽ അജിത് അഗാക്കറും പറയുന്നതിനനുസരിച്ച് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് മേ ബി ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ചാൻസ് വളരെ കൂടുതലാണ് T20 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി. പിന്നെ തിലക് വർമ്മ പരിശോധിക്കുകയാണെങ്കിൽ തിലക് വർമ്മയ്ക്ക് വലിയ ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ വലിയ റെക്കോർഡുകളൊന്നും ഇല്ല. മേ ബി 2027 മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആയിരിക്കാം തിലക് വർമ്മ. എനിക്ക് തോന്നുന്നു മേ ബി തിലക് വർമ്മയ്ക്കായിരിക്കാം ആ നറുക്ക് വീഴുക. സോ ഇന്ത്യൻ ടീം ഒരു റിസ്ക് എടുക്കുമോ? തിലക് വർമ്മ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനിലോട്ട് പോകാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. പരിഗണിക്കുന്നുണ്ട് പേരവിടെ. പക്ഷേ ഇഷാൻ കിഷൻ അല്ലെങ്കിൽ ശ്രേയസ് അയ്യറിന് തന്നെ ആയിരിക്കാം നറുക്ക് കൂടുതലായിട്ട് വീഴുക. പക്ഷേ രജിത് പട്ടിദാറിനെ നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ടല്ല ഒരു പ്ലെയറായിട്ട് പോലും ടീമിലേക്ക് പരിഗണിക്കുന്നില്ല. T20 സീരീസിനകത്ത് വൈഫ് ഓഫ് സൂര്യവംശി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. പ്രത്യേകിച്ച് അയർലൻഡ് സീരീസിനകത്ത് ഫസ്റ്റ് ഓപ്പണറായിട്ടല്ല വരുന്നത്. ഫസ്റ്റ് ഓപ്പണർ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെയാണ്. പക്ഷേ സൂര്യവംശിയെ പരിഗണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത ആഴ്ച നോക്കുവാണെങ്കിൽ അയർലൻഡ് സീരീസിനുള്ള ടീമിനെ പുറത്തേക്ക് വിടും. അപ്പോൾ നമുക്കറിയാം ആരാണ് ഇന്ത്യയുടെ അടുത്ത 2 വർഷം അല്ലെങ്കിൽ 4 വർഷം ആരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത്. ശ്രേയസ് അയ്യരാണോ, ഇഷാൻ കിഷനാണോ, അതോ സൂര്യകുമാർ യാദവിന് ഒരു അവസരം കൂടെ കിട്ടുമോ, അതോ സർപ്രൈസ് ആയിട്ട് ഏതെങ്കിലും മറ്റൊരു പ്ലെയർ കയറി വരുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.